അർച്ചനെ സഹായിച്ചത് ആരാണെന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടായിരുന്നു. എല്ലാവരും അവളെ നോക്കി. ഛേ, എന്നാലും ഞാൻ എന്താ അവനെ വിട്ടുപോയേ? അർച്ചന സ്വയം ചോദിച്ചു. ഓ, നീ മെഗാ സീരിയലില് ആൾക്കാരിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന പോലെ ചെയ്യാതെ കാര്യം പറയുന്നുണ്ടോ? വിദ്യ അവളുടെ അക്ഷമ മറച്ചു വെക്കാതെ ചോദിച്ചു. ശരി, എന്നാ കേട്ടോ, എന്റെ കൂട്ടുകാരൻ ആദിനാഥൻ. അവന്റെ അച്ഛനും ഈ പറയുന്ന മേഘനാഥനുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ആ ഒരു കണക്ഷൻ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ എന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴത്തെ മാനസികാവസ്ഥയില് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനത് കാര്യാക്കിയില്ല. പക്ഷേ അവനാ എന്നെ സഹായിച്ചത്. അർച്ചന വികാരാധീനയായി. അവനോടുള്ള കടപ്പാട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് അവൾക്ക് തോന്നി. അർച്ചന ഫോൺ എടുത്ത് ആദിനാഥനെ വിളിച്ചു. അർച്ചന, നീ ഓക്കേ അല്ലേ? പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ ആദിനാഥ് ചോദിച്ചു. ഇല്ലടാ, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നീ എനിക്ക് ചെയ്തു തന്നത് ഒരു വലിയ സഹായ. ധനഞ്ജയന്റെ വിഷയത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ലായിരുന്നു ആദി. ഭംഗിയായി തന്നെ ആ പ്രശ്നം നീ അവസാനിപ്പിച്ചു. എങ്ങനെയാ ഞാൻ നിന്നോട് നന്ദി പറയണ്ടേ? അർച്ചന, അതിന് നീ നന്ദിയൊന്നും പറയണ്ട. എന്തായാലും എല്ലാം തീർന്നല്ലോ, ആശ്വാസം. ആദിനാഥ് അവളോട് പറഞ്ഞു. എനിക്ക് ഇതൊരു ചെറിയ കാര്യമല്ല ആദി. സത്യം പറയാലോ, എന്റെ കുടുംബത്തിന് ഞങ്ങളുടെ ജീവിതം തന്നെയാ നീ തിരിച്ചു നൽകി. അർച്ചനയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. നീ ആകെ ഇമോഷണൽ അർച്ചന. നമുക്ക് പിന്നെ സംസാരിക്കാം. ഏതായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, സമാധാനായിട്ടിരിക്കെ. ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ കോളേജിനടുത്തുള്ള ഒരു കഫേലുണ്ട്. ആദി, നീയും കൂടി വാ. നീയും കൂടി ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണമാവൂ. അർച്ചന, എനിക്ക് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് വർക്ക് പെൻഡിങ്ങിലാ. നീ ഇല്ലാതെ ഈ പാർട്ടി കൊണ്ട് എന്താ ഒരു അർത്ഥമുള്ളത്? ആദി പ്ലീസ്, ഒന്നിതുവരെ വാ. പെട്ടെന്ന് പോവാം, ഒരു 5 മിനിറ്റ് നിന്നാ മതി. അർച്ചന നിർബന്ധിച്ചപ്പോ പിന്നെ ആദി എതിർത്തൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആദി പെട്ടെന്ന് അവിടേക്ക് എത്തി. അവനെ ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ അർച്ചന ചാടി എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. താങ്ക് യു സോ മച്ച് ആദി. നീ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യം ഓർക്കാൻ കൂടി വയ്യടാ. അർച്ചന, നീ ഇത്രയ്ക്ക് ഫോർമൽ ആവണോ? ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയോ അത് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. ആദി അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വാ ആദി, എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അർച്ചന തന്നെ ആദിയുടെ കയ്യിൽ പിടിച്ച് അവന്റെ ഫ്രണ്ട്സിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അർച്ചനയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തതല്ലേ. അവനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. എല്ലാവരും ആദിയെ വിഷയാൻ എഴുന്നേറ്റ് നിന്നപ്പോ ശ്രാവൺ മാത്രം ഇരുന്നത് കണ്ട് ശ്രീഹരി എണീക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചു. അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ശ്രാവൺ അവിടെ തന്നെ ഇരുന്നു. അത് കണ്ടപ്പോ അർച്ചനയ്ക്ക് ദേഷ്യം വന്നിരുന്നു. അർച്ചന ഇരുന്നിരുന്ന സീറ്റിൽ അവൾ ആദ്യം ഇരുത്തി. ഇപ്പോ അവൾക്കിരിക്കാൻ സ്ഥലമില്ല. എന്ത് ചെയ്യുമെന്ന് കരുതി അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് ശ്രാവണിനെ കണ്ടത്. ശ്രാവൺ, നോക്ക്, ഇവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നീ റൂമിലേക്ക് പൊയ്ക്കോ. നിനക്ക് വേണ്ട എല്ലാം പാക്ക് ചെയ്തെടുപ്പിക്കാം, അവിടെ കൊണ്ടുപോയി കഴിക്കാമല്ലോ. അർച്ചന ശ്രാവണിനെ നോക്കി പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് അർച്ചന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവന് തൊലി ഉരിയുന്ന പോലെ തോന്നി. അവളെ സഹായിക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നുന്നുണ്ടായി. ഇതുപോലൊരു മാനക്കേട് ഇന്നുവരെ അവന് സഹിക്കേണ്ടി വന്നിട്ടില്ല. തന്റെ മുത്തച്ഛന്റെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു എന്ന് അവനപ്പോൾ തോന്നി. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ വേണം. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയാ ഇത്രയും കാലം വെറും ഒരു സാധാരണക്കാരനെ പോലെ കഴിയേണ്ടി വന്നത്. പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം എന്താന്ന് വെച്ചാ, ഇപ്പൊ താനൊരു കോടീശ്വരനാ. എന്നിട്ടും തനിക്ക് ഇനിയും ഇതിൽ നിന്നൊരു മോചനമായിട്ടില്ല. അവൻ എല്ലാവരോടൊന്ന് ചിരിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. നിക്കളിയാ, ഞങ്ങളും വരുന്നു. അർജുനും ശ്രീഹരിയും അവന്റെ ഒപ്പം പോകാനായി എഴുന്നേറ്റു. പക്ഷേ അവർ രണ്ടുപേരെയും ശ്രാവൺ തടഞ്ഞു. എടാ, എനിക്കിതൊക്കെ ശീല. വെറുതെ ഈ പാർട്ടിയുടെ മൂഡ് കളയണ്ട. നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ റൂമിലുണ്ടാവും. അവരോട് അതും പറഞ്ഞുകൊണ്ട് ശ്രാവൺ പുറത്തേക്കിറങ്ങി. ശ്രാവണിന് വല്ലാത്ത സങ്കടം തോന്നി. അവൻ ആ രാത്രിയുടെ ഇരുട്ടിലൂടെ ഇറങ്ങി നടന്നു. കഴിഞ്ഞുപോയ സംഭവം അവന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. അവൻ ഫോൺ എടുത്തു നോക്കി.
അതിലെ നമ്പർ കണ്ട് അവനത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെയും ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രാവൺ അറ്റൻഡ് ചെയ്തു. ശ്രാവൺ ദേവ്, ഞാനിപ്പോ വിളിച്ചത് നിനക്ക് ശല്യമായോ? അപ്പുറത്തു നിന്നും ശ്രീനി അങ്കിളുടെ ശബ്ദം കേട്ടു. ശ്രാവൺ, ഇന്നലെ നീ ധനഞ്ജയന്റെ കയ്യിൽ നിന്ന് ഒരു പാവം പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. ഒരു പാവം പെൺകുട്ടി. അത് കേട്ടപ്പോൾ ശ്രാവണിന് അർച്ചന അല്പം മുൻപ് പാർട്ടിയിൽ നിന്നും തന്നെ ഇറക്കിവിട്ട സംഭവം ഓർമ്മ വന്നു. അത് ഞാൻ സോൾവ് ചെയ്യാൻ പറഞ്ഞത് മേഘനാഥൻ എന്നൊരാളോടാ. ഈ സിറ്റിയിലെയും ബാംഗ്ലൂരിലെയും നമ്മുടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നത് മേഘനാഥനാ. ഇപ്പോ ദേവ് അസോസിയേറ്റ്സിന്റെ എല്ലാ അധികാരവും നിന്നിലേക്ക് വന്നു ചേർന്ന സ്ഥിതിക്ക് ഇനി കാര്യങ്ങളൊക്കെ നീ വേണമല്ലോ നോക്കാൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി നീ എല്ലാം ഏറ്റെടുക്കണം. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മേഘനാഥൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രാവണിന്റെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. ഇപ്പോ തന്നെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എടുത്ത് തലയിലേക്ക് വെക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അങ്കിൾ എന്തീ പറയുന്നേ? ഞാൻ ഇപ്പോഴും വെറൊരു കോളേജ് സ്റ്റുഡന്റാ. എനിക്ക് അത്രയും വലിയ ഉത്തരവാദിത്വമൊന്നും പെട്ടെന്ന് തലയിലേക്ക് എടുത്ത് വെക്കാൻ കഴിയില്ല. നീരസത്തോടെ ശ്രാവൺ പറഞ്ഞു. ശ്രാവൺ, തൽക്കാലം നീ അയാളെ ഒന്ന് കാണ്. ബിസിനസ് ഏറ്റെടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് പതുക്കെ സംസാരിക്കാം. ശ്രീനിവാസൻ ശ്രാവണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്കിൾ, ഞാനിപ്പോ കുറച്ച് പ്രശ്നത്തിലാ. മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഒന്ന് ഫ്രീ ആവുമ്പോ അങ്കിളിനെ ഞാൻ തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞ് ശ്രാവൺ ഫോൺ കട്ട് ചെയ്തു. ഒന്നാമത് മേഘ അവനോട് ചെയ്ത ചതി വല്ലാത്തൊരു ആഘാതം തന്നെ അവന്റെ മനസ്സിലുണ്ടാക്കിയിരുന്നു. ആ സമയത്ത് തന്നെയാണ് അർച്ചനയും അങ്ങനെയെല്ലാം പെരുമാറിയത്. വലിയൊരു അപകടത്തിൽ നിൽക്കുന്ന അർച്ചനയെ സഹായിച്ച അവൾക്ക് തന്നോടുള്ള വെറുപ്പ് മാറും. അവൾ കുറച്ചുകൂടെ മാന്യമായിട്ട് തന്നോട് പെരുമാറും എന്നൊക്കെയാണ് അവൻ കരുതിയത്. പക്ഷെ ഉണ്ടായതോ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം അവൾ അപമാനിച്ചു വിട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഇത്രയും ക്രൂരമായി ആരും തന്നോട് പെരുമാറിയിട്ടില്ല. മനസ്സല്ലെങ്കിൽ തന്നെ അസ്വസ്ഥമാണ്. അതിനിടയിൽ ബിസിനസ്സിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അങ്കിള് പറയുന്നത്. എന്തായാലും അതിപ്പോ നടക്കുന്ന കാര്യമല്ലെന്ന് ശ്രാവണിന് മനസ്സിലായിരുന്നു. അപ്പോഴേക്കും അവൻ ഹോസ്റ്റലിലേക്ക് എത്തി. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു. പെട്ടെന്നാണ് റൂമിലെ ജനൽ ചില്ല് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തകർന്നു വീണത്. ഒരു നിമിഷം ശ്രാവൺ ഞെട്ടിപ്പോയി. ഒരു കല്ല് വന്ന് ജനൽ ചില്ലിന്റെ മുകളിൽ പതിച്ചതായിരുന്നു. പക്ഷേ ഒന്നും അവിടം കൊണ്ട് തീർന്നില്ല.